ഒരാളെ നിറത്തിന്റെ പേരിൽ, കറുപ്പിന്റെ പേരിൽ ആക്ഷേപിക്കുക എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? അവരുടെ മനസ്സിൽ മനുഷ്യർ തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ്. മനുഷ്യർക്കിടയിൽ അവർ വേർതിരിവുകൾ വെച്ചിട്ടുണ്ട് എന്നാണ്. നമ്മൾ ഖുർആനിന്റെ വക്താക്കളായതിൽ എത്ര അഭിമാനാണ്. അള്ളാഹു ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരെയും വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? യാ അയ്യുഹന്നാസ്, ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും ഒരു ബാപ്പാന്റെയും ഇമ്മാന്റെയും കുട്ടികളാണ്. ഒറ്റപ്പാന്റെയും ഒറ്റമ്മാന്റെയും ആദം നബിന്റെ ഹവ്വാ ബീവിന്റെ മക്കളാണ്. ഇവിടുത്തെ ഡോക്ടറും പേഷ്യന്റും ഒരേ കുടുംബാണ്. മൗലവിയും ഇമാമും മഅ്മൂമും ഒരു കുടുംബാണ്. എഞ്ചിനീയറും അവന് കരാറ് കൊടുത്ത ആളും ഒരു കുടുംബാണ്. പണക്കാരനും പണിക്കാരനും ഒരു കുടുംബാണ്. തെങ്ങിൽ കയറി കരിക്കിടുന്ന സാധാരണക്കാരൻ, നിഷ്കളങ്കനായ ഒരു പണിക്കാരനും അവന് കൂലി കൊടുക്കുന്ന മുതലാളി ഒരു കുടുംബാണ്. അങ്ങാടികളിലൂടെ ഭിക്ഷയാചിക്കുന്ന സാധുവായ മനുഷ്യനും അവന് പണം കൊടുക്കാൻ സന്മനസ്സുള്ള നമ്മളും ഒരു വാപ്പാന്റെ ഇമ്മാന്റെ കുട്ടികളാണ്. ലാ ഫളല ലി അറബിയിൻ വലാ അജമിയിൻ വലാ ലി അബിയള വലാ ലി അസ്വദ്, കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഒരു വ്യത്യാസവുമില്ല ഈ ലോകത്ത്. ഇല്ല, ഞാൻ വെളുത്തു എന്നതുകൊണ്ട് ഒരു തരിമ്പ് ശ്രേഷ്ഠത പടച്ചോന്റെ പക്കലില്ല. ഞാൻ കറുത്തു എന്നതുകൊണ്ട് ഒരു തരിമ്പ് ശ്രേഷ്ഠതക്കുറവും നിന്യതയും ഈ പ്രപഞ്ചത്തിലില്ല. ഇല്ല തഖ്വ, പടച്ചോനോട് കാരുണ്യത്തോടുകൂടി അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവരക്കാണ് അള്ളാഹുവിന്റെ പക്കൽ പദവിയുള്ളത്. നിറം, നാട്, വീട്, കുടുംബം ഒരു വ്യത്യാസവും ഈ ദീനിലില്ല, ലോകത്തില്ല. ഉണ്ടെന്ന് പറയുന്നവർ മനുഷ്യരല്ല, ഉണ്ടെന്ന് പറയുന്നവർ മനുഷ്യരല്ല. അറിയോ സഹോദരങ്ങളെ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അബൂദർ റളിയല്ലാഹു അൻഹു അറിയാതെ ദേഷ്യം വന്നപ്പോ കറുത്തവന്റെ മോനെ എന്ന് വിളിച്ചു. കറുത്തവന്റെ മോനെ ഉടനെ പിന്മാറി. അറിയാതെ വിളിച്ചതാട്ടോ ബിലാൽ, അറിയാതെ വന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തി വിഷയം. പ്രവാചകൻ പറഞ്ഞ വാക്കെന്തറിയോ? അബൂദർറേ, ജാഹിലിയത്തിന്റെ ചളിക്കുണ്ടിൽ നിന്ന് നീ ഇതുവരെ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ജാഹിലിയത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല അബൂദർ. എന്നിട്ട് പറഞ്ഞെടുക്കാൻ, അബൂദർറേ, നിന്റെ കീഴിൽ ഒരു അടിമയുണ്ടെങ്കിൽ, അടിമക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ നിന്നെയാണല്ല പരലോകത്ത് കൊണ്ടുവരിക. അടിമക്കുറങ്ങാൻ സ്ഥലം കിട്ടിയിട്ടില്ലെങ്കിൽ നിന്നെയാണ് പരലോകത്ത് അല്ലാഹു കൊണ്ടുവരിക. അടിമക്ക് സൗകര്യം കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ പാവപ്പെട്ടവനാണ്, ബാപ്പിയുമില്ലാത്തവനാണെന്ന പേരിൽ നീ ക്രൂശിക്കുന്നുണ്ടെങ്കിൽ അന്യായത്തിന്റെ പേരിൽ നീ ശിക്ഷിക്കപ്പെടും. അബൂദർറേ, ഇസ്ലാമിലേക്ക് രണ്ടാമത് വരാൻ മാത്രം ഗുരുതരമായ തെറ്റാണ് നിന്റെ നാവ് കൊണ്ടൊരാളെ കളറിന്റെ പേരിൽ കളിയാക്കുക എന്നുള്ളത്. എത്ര മഹത്വരമാണ് ദീൻ, എത്ര മഹത്വരം. നിങ്ങൾക്കറിയാം സുഹൃത്തുക്കളെ, ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയുടെ മുകളിലേക്ക് എങ്ങനെ കയറ്റലറിയോ? പ്രവാചകൻ കുമ്പിട്ട് നിൽക്കും. പ്രവാചകൻ ഷോൾഡറിൽ ബിലാൽ റളിയല്ലാഹുവിനോട് ചവിട്ടാൻ പറയും. ബിലാൽ റളിയല്ലാഹു, ഞാൻ ചവിട്ടൂല നബി അറിയും. നബിന്റെ ദേഹത്ത് ചവിട്ടേ, ബിലാലെ മുകളിലേക്ക് കയറാൻ വേറല്ല. പ്രവാചകൻ കുമ്പിട്ട് നിൽക്കും. പ്രവാചകന്റെ ഷോൾഡറിൽ മനസ്സോടുകൂടി ബിലാൽ റളിയല്ലാഹു അൻഹു, കറുത്തവനായ ബിലാൽ ചവിട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയുടെ മുകളിലേക്ക് കയറ്റും. അവിടുത്തെ എന്തെങ്കിലും പള്ളിയുടെ വർക്ക് അങ്ങനെയാണ് ചെയ്യുക. ബാങ്ക് കൊടുക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹുവിനെ വിളിച്ചു. ബിലാലെ കയറ്, അരിഹിനായ ബിലാ ബിസ്സലാ, ബിലാലെ സമയമാകുമ്പോൾ നമസ്കാരം കൊണ്ട് എനിക്ക് സന്തോഷം കൊണ്ടാ. എന്തിനേറെ പ്രവാചകൻ പറഞ്ഞു, ബിലാലെ, ഇന്നലത്തെ സ്വപ്നത്തിൽ ഞാൻ നിന്നെ കണ്ടു. പ്രവാചകരെ, എവിടെ? നീ എന്റെ മുന്നിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അതിന്റെ അർത്ഥം നബിന്റെ മുന്നിൽ വേറെ ആൾ പ്രവേശിക്കുന്നല്ല. പ്രവാചകൻ വരുമ്പോഴേക്കും സ്വർഗം തയ്യാറാക്കാൻ ബിലാലെ നിന്നെയാണ് അല്ലാഹു തെരഞ്ഞെടുത്തത്. അതിന്റെ അടയാള ലക്ഷങ്ങൾ നമ്മുടെ പള്ളി ഹറമിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഒന്നിച്ചിട്ടാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ, കറുത്തവരിൽ കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, ഉയരം കൂടിയവരുണ്ട്, ഭാഷ അറിയുന്നവരും അറിയാത്തവരുമുണ്ട്, രാജകുടുംബത്തിൽപ്പെട്ടവരുണ്ട്, പണിക്കാരുണ്ട്. ഒരേ സ്വപ്പിൽ ഒരുപോലെ നിൽക്കാൻ ലോകത്ത് ഈ മതവിശ്വാസികൾക്കല്ലാതെ ആർക്കാണ് കൂട്ടരെ കഴിയുക? ഇതാണ് ഖുർആൻ. ഒരാളുടെ കാലിന്റെ താഴെ മറ്റൊരാൾ സുജൂദ് ചെയ്യുന്ന മനോഹരമായ നമസ്കാരം ലോകത്ത് ആർക്കാ കൂട്ടരെ കഴിയുക? ഹറമിന്റെ ഇമാം തവാഫ് ചെയ്യുന്നത് നമ്മൾ തവാഫ് ചെയ്യുന്ന അതേ കഅബക്ക് ചുറ്റും തന്നെയല്ലേ? അല്ലേ?
പട്ടാളക്കാരും പോലീസുകാരും നിസ്കരിക്കുന്നതും നോമ്പ് തുറക്കുന്നതും ഒന്നിച്ചിരിക്കുന്നതും പാവപ്പെട്ടവരുടെ അതേ അടുക്കൽ തന്നെയല്ലേ? എന്തേ കാരണം? ലാ ഫദ്ല ലി അറബിയിൻ വലാ അജമിയിൻ വലാ ലി അസ്വദ വലാ ലി അബിയദ് ഇല്ലാ തഖ്വ. കറുത്തവനും വെളുത്തവനും തമ്മിൽ വ്യത്യാസമല്ല. സഹോദരങ്ങളെ, ഖുർആനിനെ പറ്റി പറഞ്ഞുകൊണ്ട് വരാൻ, ഖുർആനാണ് നമ്മുടെ അടിയാധാരം. ആ ഖുർആൻ ജീവിതത്തിൽ പുലർത്തിയാൽ ലോകത്തെ എല്ലാത്തിനും മുകളിൽ നിൽക്കാം. ഒന്നുകൂടി പറയുന്നു, പിൻപറ്റുക, പിൻപറ്റുക, പിൻപറ്റുക. ആയത്തുകൾ കേട്ടാൽ ആലോചിക്കുക, ഖുത്ബ കേട്ടാൽ ആലോചിക്കുക. പടച്ചോനെ, എന്നെ പറ്റിയിട്ടാണല്ലോ, ഞാനാണല്ലോ മാറേണ്ടത്. അള്ളാഹു നാളെ പരലോകത്ത് ചോദിക്കോലോ, ആയത്ത് ഞാൻ നിന്നോട് പറഞ്ഞതാണല്ലോ, കലാമുള്ളയാണല്ലോ, അള്ളാന്റെ സംസാരാണല്ലോ, ഞാനാണല്ലോ മാറാനുള്ളത്, എന്നോട് മാറാനാണല്ലോ സംസാരിക്കുന്നത്, ഞാൻ മാറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഓരോ ഓത്തും സ്വർഗത്തിന്റെ വഴിയാകട്ടെ, ഓരോ ഹിഫ്ളും സ്വർഗത്തിന്റെ വഴിയാകട്ടെ, ഓരോ തജ്വീദും സ്വർഗത്തിന്റെ വഴിയാകട്ടെ. അതിന് ഓത്തിന്റെയും തജ്വീദിന്റെയും ഹിഫ്ളിന്റെയും കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിൽ പകർത്തുക എന്ന ഖുർആനിനോടുള്ള ഒന്നാമത്തെ ബാധ്യതകൾ നിർവഹിക്കുന്നവരായി നാളെ പരലോകത്ത് അൽ ഖുർആനു വറമളാനു യശ്ഫഅനി ഫീ യൗമിൽ ഖിയാമ, പരിശുദ്ധ ഖുർആനും പരിശുദ്ധ റമളാനും നാളെ നമ്മൾക്ക് അനുകൂലമായി പരലോകത്ത് ശുപാർശ പറയട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. റഹ്മാനെ, കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. റഹ്മാനെ, അള്ളാഹുവേ, അംബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണമേ. റഹ്മാനെ, അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഒരുപാട് പാപങ്ങൾ വന്നുപോയിട്ടുണ്ട് നാഥ. റഹ്മാനായ നാഥ, ഗഫൂറായ നാഥ, വദൂദായ നാഥ, നീ ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. റഹ്മാനെ, അള്ളാഹുവേ, റമദാനിൽ ഞങ്ങൾ നോമ്പെടുത്തിട്ടുണ്ട്, ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്.